നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കാവൂ. ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല. ആവശ്യമുള്ളതിലേ ഇടപെടാവൂ. ആവശ്യമില്ലാത്തതിൽ ഇടപെടാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, ഈ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പോയി സേവനം ചെയ്യുന്ന പള്ളികൾ, നിങ്ങൾ പോയി സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അതിനോട് നിങ്ങൾക്ക് വലിയ സ്നേഹവും കൂറും ഉണ്ടാകും. ഒരു മഹല്ലത്തിലെ ഒരു പള്ളി, ആ പള്ളി നിർമ്മിക്കുന്നതിന് ആ മഹല്ലത്തിലെ ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ പള്ളി നിർമ്മിക്കുന്നതിന് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളമൊന്നുമില്ല, കമ്മിറ്റിക്കാർക്ക് ശമ്പളമൊന്നുമില്ല. അവർ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ച് പള്ളി നിർമ്മിക്കുകയും മദ്രസ നിർമ്മിക്കുകയും അത് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് അവിടെ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരാണ്. നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഈ കമ്മിറ്റിക്കാർക്ക് എന്തിന്റെ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ദുഷിച്ച മനസ്സ് നമുക്കുണ്ടാകരുത്. നമ്മൾ അവരെ ശക്തിപ്പെടുത്തുന്നവരാകണം. ഇതേപോലെ തന്നെ പണ്ഡിതന്മാർ ഒരു സ്ഥലത്ത് സേവനത്തിന് പോയാൽ ആ സ്ഥാപനത്തിന്റെ മുഴുവൻ നന്മകൾക്കും നമ്മളായിരിക്കണം മുൻപന്തിയിൽ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ഇന്ന് ഒരാള്, ഞാനിങ്ങനെ വരുമ്പോ ഒരാള് ഫോൺ ചെയ്തു. അദ്ദേഹം ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഉത്സാഹിച്ച് അദ്ദേഹത്തിന്റെ പരിശ്രമത്താൽ, അദ്ദേഹത്തിന്റെ പണം ചെലവഴിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരുടെ ബന്ധത്തിലുള്ളവരുടെ പണം ചെലവഴിച്ചുണ്ടാക്കിയ ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ സേവനത്തിന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനെ സംബന്ധിച്ച് ഇന്ന് എന്നോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, മഗ്രിബിന്റെ സമയത്ത് ആളുകളൊക്കെ പള്ളിയിൽ വന്നിരിക്കുന്നു. അങ്ങനെ ആളുകളൊക്കെ ഇമാമിനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുത്തു, ഇഖാമത്തും കൊടുത്തു, ആളെത്തിയില്ല. അപ്പൊ പിന്നെ വാതിൽ പോയി മുട്ടി നോക്കി, വാതിൽ അടച്ചിട്ടുണ്ട്. സംഗതി മൂപ്പര് ഉറങ്ങുകയാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ ജമാഅത്ത് ഇപ്പുറം നടക്കുമ്പോ അപ്പുറത്ത് ഉറങ്ങുകയാണ്. ഇങ്ങനെയുള്ള സേവനമായി പോകരുത് നമ്മുടെ സേവനം. നല്ല ബോധം വേണം. ഞാൻ ഇന്നുണ്ടായൊരു സംഭവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ ആ സ്ഥലത്ത് നമ്മൾ ക്ലാസ് എടുക്കുന്ന ക്ലാസ് റൂം നല്ല വൃത്തി വേണം. അത് നമ്മളാണ് നോക്കേണ്ടത്. നമ്മളെ കുട്ടികൾ വൃത്തിയാക്കും, പക്ഷെ നമ്മൾ പ്രചോദനം നൽകണം. കുട്ടികൾക്കിടയിൽ നല്ല മത്സരം സംഘടിപ്പിക്കണം. ഏത് ക്ലാസ് റൂമാണ് ഏറ്റവും നീറ്റിലുള്ളത് അവർക്ക് സമ്മാനം. അപ്പൊ എല്ലാ കുട്ടികളും മത്സരിച്ച് ആ ക്ലാസ് റൂം വൃത്തിയാക്കി. നമ്മൾ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ പരിസരം, മുറ്റവും മറ്റും ആരെങ്കിലും ഒരാൾ വന്നു നോക്കിയാൽ നല്ല വൃത്തി കാണണം. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ കയറി വന്നാൽ അവിടെ ഒട്ടാ കുറെ കടലാസിന്റെ കഷ്ണം, കുറെ സംഗതികൾ, അങ്ങനെയാകാൻ പാടില്ല. ഇതേപോലെ നമ്മൾ ഒരു റൂമിൽ താമസിക്കുമ്പോൾ ആ റൂമിലേക്ക് ഒരാൾ കയറി വന്നാൽ സുബ്ഹാനല്ലാഹ്, ഇവിടെയാണോ ഈ മൈലാരി കിടന്നുറങ്ങുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ആ റൂം വൃത്തികേടാകാൻ പാടില്ല. വളരെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ കർണാടകയിൽ ഒരു സ്ഥലത്തേക്ക് വയലിന് പോവാ. കാസർഗോഡ് ഇങ്ങനെ പോകുമ്പോ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി. ഒരു പള്ളി കണ്ടപ്പോൾ ഞാൻ അവിടെ കാറ് നിർത്താൻ പറഞ്ഞു. ഞാൻ ആ വാഷ്റൂമിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ആ വാഷ്റൂമിലുള്ള ബാത്റൂമിലുള്ള ക്ലോസറ്റ്, അത് കറുത്ത ക്ലോസറ്റ്. സംഗതി വാങ്ങുമ്പോൾ വെളുത്തതായി. പിന്നെ എങ്ങനെ ഹജറുൽ അസ്വദ് പോലെ ചുംബിച്ചിട്ട് കറുത്തു വന്നല്ല. പിന്നെങ്ങനെയാ കറുത്തതെന്ന് ഞാൻ പറയണോ? കറുത്ത ക്ലോസറ്റ്, അതിന്റെ ചുറ്റുഭാഗം മുഴുവൻ ചളിയും വെള്ളവും ഒക്കെ ആയിട്ട് ഒരു വൃത്തിയില്ല. ഉപയോഗിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ മെല്ലെ വാതിലും അടച്ചു നീളക്കുപ്പായം കയറ്റി പിടിച്ചിട്ട് ബ്രഷ് എടുത്തിട്ട് ഞാനതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ ഉപയോഗിച്ചു. ഞാനിത് പറയുന്നത്, നമ്മുടെ സേവനം ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സേവന സന്നദ്ധരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ദുല്ലൂനി അലാ ഖബ്രിഹി എന്ന് പറഞ്ഞൊരു ദിവസം അദ്ദേഹത്തിന്റെ ഖബർ എനിക്ക് കാണിച്ചു തരണം. ആരെ ഖബറാണത്? അത് പള്ളി അടിച്ചു വാരുന്ന ആളുടെ ഖബറാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാതെ സഹാബത്ത് രാത്രിയിൽ തന്നെ മറവ് ചെയ്തു. നബിതങ്ങളുടെ ഉറക്ക് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. നബിതങ്ങൾ വിഷമത്തോടെ ചോദിച്ചു, അദ്ദേഹം എവിടെ? അദ്ദേഹം മരിച്ചുപോയി.
അപ്പോഴാണ് വേദനയോടെ പറഞ്ഞു ദുല്ലൂനി അലാ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബർ കാണിച്ചു തരാൻ. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ വെച്ച് നിസ്കരിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം? പള്ളി അടിച്ചു വരുന്ന ആളായിരുന്നു എന്നതാണ്. നമ്മൾ നിൽക്കുന്ന പള്ളികൾ, നമ്മൾ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അത് വൃത്തിയോടെ സൂക്ഷിക്കുക എന്നത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ വലിയ ഖിദ്മത്താണ്, വലിയ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കയറി. ഖിബലയുടെ ഭാഗത്ത് ആരോ തുപ്പുമ്പോൾ കഫം ആ ചുമര് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈത്തപ്പന മട്ടലോ ഈത്തപ്പനയുടെ കഷ്ണമോ ആയിരിക്കാം, അതിന്റെ മേലെ ഒട്ടിപ്പിടിച്ചത് കണ്ടു കഫം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? നബി തങ്ങൾ ആരെയും കാത്തു നിന്നിട്ടില്ല. അവിടുന്ന് ഒരു ചരക്കല്ലെടുത്തു. ആ ചരക്കല്ലുകൊണ്ട് അവിടുത്തെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് അത് ചുരണ്ടിയതായി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അതിനേക്കാൾ വലിയൊരു നേതാവുണ്ടോ? അതിനേക്കാൾ വലിയൊരു പണ്ഡിതനുണ്ടോ? അതിനേക്കാൾ വലിയൊരു മഹാനുണ്ടോ? ആ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിക്ക് ഖിദ്മത്ത് എടുക്കുന്നതിൽ ഒരു സങ്കോചവും ഉണ്ടായിട്ടില്ല. അത് അഭിമാനമായിട്ടാണ് കണ്ടത്. എന്റെ റബ്ബിന്റെ വീട്ടിന് സേവനം ചെയ്യുന്നവനാവുക ഞാൻ. നമ്മൾ സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഒരു ഫാന് പോലും അനാവശ്യം കറങ്ങാൻ പാടില്ല, ഒരു ബൾബ് പോലും അനാവശ്യം കത്താൻ പാടില്ല. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതി പഠിക്കുന്ന കാലത്ത് മഹാനായ ഉസ്താദ് അവറുകളുടെ ഒരു സ്വഭാവം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ നടന്ന് തൂണേരിയിൽ പോയി അവിടുന്ന് ബസ് കയറി 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് പെരിങ്ങത്തൂരിലെത്തി അവിടുന്ന് 2.25-2.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഉസ്താദിന്റെ ദർസിലേക്ക് 3 കൊല്ലത്തോളം ഞാൻ പോവുകയും വരികയും ചെയ്തുകൊണ്ട് പഠിച്ചത്. അത് എന്റെ ബാപ്പയുടെ ഖിദ്മത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ദിനേന വീട്ടിലേക്ക് വന്നിരുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ ചെല്ലുമ്പോ ചിലപ്പോ സമയം 6 മണി ഒക്കെ ആവുമ്പോ 6:15 ഞാൻ പലപ്പോഴും പെരിങ്ങത്തൂരെത്തി. 6:30 മറ്റുമൊക്കെയാണ് ഞാൻ അവിടെ പള്ളിയിലെത്തുക. അങ്ങനെ എത്തിയാൽ ഇരുട്ട് മാറിയിട്ടുണ്ടാവില്ല. ചിലപ്പോ ഞങ്ങൾ ജലാലൈനി ഓതാനിരിക്കും. ജലാലൈനി ഓതും ഉസ്താദ് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി നോക്കി കാണാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ഉസ്താദ് ലൈറ്റ് ഓഫ് ആക്കും. കാരണം പള്ളിയുടെ കരണ്ട് അനാവശ്യം കത്തിക്കൂടാ എന്ന നിർബന്ധമാണ്. നമ്മൾ വളരെയേറെ ആദാബുകൾ പാലിക്കുന്നവരാണ്. പള്ളികളോട്, സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളോട്, ഉസ്താദുമാരോട് അദബ് കാണിക്കണമെന്ന് ആരോടും പറയണ്ടല്ല, എല്ലാവർക്കും അറിയാം. ഉസ്താദുമാരോടുള്ള അദബ് എന്നത് അത് പറയേണ്ടതില്ല. കിതാബിനോടുള്ള അദബ് അതും പറയേണ്ടതില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികളാണ് ഞാൻ പറയുന്നത്. നല്ല അദബ് വേണം. ഇതേപോലെ എന്റെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, അല്ലാഹു തആല നിങ്ങൾക്കും നമ്മൾക്കും നാഫിആയ ഇൽമും തഖ്വയും ഏറ്റി തരുമാറാകട്ടെ. നമ്മൾ മാതാപിതാക്കളോട് വലിയ അദബുള്ളവരായിരിക്കണം. മാതാവും പിതാവും ചിലപ്പോ ഒരു കിതാബ് ഓതിയിട്ടുണ്ടാവില്ല, ഒരു സാധാരണക്കാരായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ബറക്കത്തുള്ള മഹാന്മാരാണ്. ബാപ്പയും ഉമ്മയും ബാപ്പാന്റെ പൊരുത്തത്തിലാണ് റബ്ബിന്റെ പൊരുത്തം. ബാപ്പ മുയിലാരാട്ടെ സാധാരണക്കാരനാട്ടെ, ബാപ്പയാണോ ബാപ്പാന്റെ പൊരുത്തമില്ലാതെ റബ്ബിന്റെ പൊരുത്തം കിട്ടൂല. ഉമ്മയാണോ അൽ ജന്നത്തു തഹ്ത അഖ്ദമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. ഞാൻ ഒരിക്കലും നിക്കാഹിന്, ആ നിക്കാഹുള്ള സദസ്സിൽ നിക്കാഹിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ ബാപ്പ വന്നിട്ട് ബിരുദെടുത്തൊരു ചെറുപ്പക്കാരനാണ്, നിക്കാഹ് ചെയ്യുന്ന മൊയ്ലാൻ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ബാപ്പ മകന്റെ കൈപിടിച്ചൊന്ന് ചുംബിച്ചു. സ്നേഹത്തിന്റെ പേരിലുള്ള ഒരു ചുംബനമാണ്. നിക്കാഹിനിരിക്കുമ്പോഴുള്ള ചുംബനാണ്. മകന്റെ കൈ പിടിച്ച് ചുംബിച്ചു. പക്ഷെ ആ മകന് ബാപ്പാന്റെ കൈ തിരിച്ചു ചുംബിക്കണം എന്ന ഒരു ചിന്ത വരാത്തതിൽ എന്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. ആ ബാപ്പ സാധാരണക്കാരനാണ്. പക്ഷേ ആ സാധാരണക്കാരനായ ബാപ്പ, അദ്ദേഹത്തിന്റെ ബറക്കത്ത് എത്രയാ, ആർക്കാണത് പറയാൻ കഴിയാ? അനിഷ്കുർലി വലി വാലിദൈ, പരിശുദ്ധ ഖുർആനല്ലേ. മാതാപിതാക്കളോട് വലിയ ബഹുമാനം നമ്മൾക്കുണ്ടാകണം. അത് നമ്മൾ പ്രകടിപ്പിക്കണം. ഒരിക്കലും ഉമ്മാന്റെ മനസ്സിലോ ബാപ്പയുടെ മനസ്സിലോ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിട്ട് ഞാനൊരു മുസ്ലിയാരാക്കിയിട്ടും ഇവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥാവിശേഷം ഒരു മുതഅല്ലിമിനും ഉണ്ടാകാൻ പാടില്ല. ബാപ്പയും ഉമ്മയും വലിയ ബറക്കത്തുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതുപോലെ പ്രായമുള്ളവരോടുള്ള ആദരവ് നമ്മളത് പ്രകടിപ്പിക്കണം. അതുപോലെ ദുർബലന്മാരോടുള്ള ആദരവ് അത് നമ്മൾ പ്രകടിപ്പിക്കണം. സാധുക്കൾക്ക് വലിയ പരിഗണന നൽകണം. സാധുക്കൾ ദുർബലന്മാർ, ഇന്നമാ തുർസഖൂന ബിദുഅഫാഇകും, നിങ്ങൾക്ക് പലതും അല്ലാഹു തരുന്നത് നിങ്ങളിലുള്ള ദുർബലന്മാര് നിമിത്തമായിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ദുർബലന്മാരോട് വലിയ കാരുണ്യവും ആദരവും നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ആദാബുകൾ പാലിച്ചുകൊണ്ട്, പള്ളിയോടുള്ള ആദാബ് ഞാൻ പറയേണ്ടതില്ലല്ലോ. പള്ളിയിൽ വെച്ച് ഒരാൾ പള്ളിയിൽ ഇരിക്കുന്നു, അതേ അടുത്ത നിസ്കാരം വരെ ഇരിക്കുന്നു. എന്നാൽ മാദാമ ഫീ മുസല്ലാഹു, പള്ളിയിൽ ഇരിക്കുമ്പോഴെല്ലാം അവന് മലക്കുകളുടെ സലാത്ത് ലഭിക്കും, മലക്കുകളുടെ പ്രാർത്ഥന. മുസല്ലാഹു എന്ന് പറഞ്ഞ ഇരുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്നില്ല, പള്ളിയിലുണ്ടായാൽ മതി. അങ്ങനെ പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ പള്ളിയിൽ തന്നെ അവൻ കാത്തു നിൽക്കുന്നു, നിസ്കാരം അടുത്ത നിസ്കാരം കാത്തു നിൽക്കുന്നു, അവനുവേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അവന്റെ വുദു മുറിഞ്ഞാൽ മലക്കുകളുടെ പ്രാർത്ഥന നഷ്ടപ്പെടും. എന്താണ് വുദു മുറിയൽ? ആവശ്യമായി വന്ന വുദു മുറിഞ്ഞൂടെ? പക്ഷെ വുദു മുറിയണം എന്ന് തോന്നിയാൽ അവൻ പള്ളിയിൽ നിന്ന് മുറിക്കാൻ പാടില്ല, പള്ളിയിലെ പുറത്ത് പോയിട്ട് മുറിക്കണം. പള്ളി നമുക്ക് വുദു മുറിക്കാനുള്ള സ്ഥലമല്ല, അള്ളാഹുവിന്റെ വീടാണ്. ഈ നിലക്ക് പള്ളിയോട് ആദരവ് കാണിക്കണം. പലപ്പോഴും പല ആളുകളും പിഴച്ചു പോകാറുള്ളതിന്റെ അടിസ്ഥാനപരമായ കാരണം എവിടെയോ അദബുകേട് സംഭവിച്ചതായിരിക്കും. ഞാനിപ്പോൾ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. ഉസ്താദുമാരോടുള്ള അദബ്, പള്ളിയോടുള്ള അദബ്, സ്ഥാപനത്തോടുള്ള അദബ്, അങ്ങനെ തുടങ്ങിയിട്ട് ആദാബുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിനും നമ്മുടെ പ്രവർത്തനത്തിലും ബർക്കത്ത് നൽകുക. ഒരിക്കലും തന്നെ ദീനീ പ്രവർത്തനം എന്നത് ഒരു പാൽപായസമാണ് എന്ന് കരുതാൻ പാടില്ല. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉപദേശം അല്ലാഹു ഖുർആനിൽ ഉദ്ധരിച്ചില്ലേ? മോനെ, നിസ്കാരം മുറക്ക് നിർവഹിക്കണം. വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, അതിന് യാതൊരു മടിയുണ്ടാകാൻ പാടില്ല. വൻഹ അനിൽ മുൻകർ, നിഷിദ്ധ കാര്യങ്ങൾ വിരോധിക്കണം, അതിന് മടി കാണിക്കാൻ പാടില്ല. വസ്ബിർ അലാ മാ അസാബക, ആ വകയിൽ കുറെ എതിരാളികളും കുറെ വിമർശകരും കുറെ ആരോപണം പറയുന്നവരും കുറെ വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരും. അത് വസ്ബിർ, ക്ഷമിച്ചു പോകണം എന്ന് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. അത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതിനാണ്. സേവന പ്രവർത്തന രംഗത്തുള്ള ആളുകൾക്ക് ഒരുപാട് എതിരാളികളും ആരോപണം പറയുന്നവരൊക്കെ ഉണ്ടാവും. അതൊന്നും കാണുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നാൻ പാടില്ല. നമ്മളെക്കാളെല്ലാം പ്രയാസം അനുഭവിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളായ പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് ദുൽ ഇൽമി യഹ്മിലു കുല്ല ത്വഇനി ഫീഹി വലാ ദുത്വഇനി മിൻഹു യറാ ശൈഅൻ സിവൽ ഖൈരി. ശരിയായ ഇൽമുള്ളവരാണോ യഹ്മിലു കുല്ല ത്വഇൻ, ധാരാളം ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അദ്ദേഹം സഹിക്കേണ്ടി വരും. വലാ ദുത്വഇനി, ആ ആക്ഷേപം ഉന്നയിക്കുന്നവർ അതേ മിൻഹു യറാ ശൈഅൻ സിവൽ ഖൈരി, തിരിച്ച് ആക്ഷേപം പറയൂല, തിരിച്ച് വീണ്ടും ഇൽമു പറഞ്ഞുകൊണ്ടേയിരിക്കും, നല്ലത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. ഏതുപോലെ വമുസ്മിറു ശജരി യുർമാ ബിൽ ഹിജാറതി ലാ യുർമാ സിവാഹു ഫയർമിയാനി അസ്സമരി. നല്ല മാങ്ങ ധാരാളമുള്ള ഒരു മാവ്, ഒരു മാങ്ങാ മരം. ആ മാങ്ങാമരം അത് നല്ല പഴുത്ത മാങ്ങ കുട്ടികൾക്ക് നൽകിയാൽ കുട്ടികൾ കല്ലെടുത്ത് ആ മാവിനെ എറിയും. മാങ്ങ തന്ന മാവല്ലേ, എറിയണ്ടെന്ന് വിചാരിക്കൂല. മറിച്ച് മാങ്ങ തന്ന മാവിനാണ് ഏറ്, നല്ല എറി ഇങ്ങനെ കിട്ടും. അങ്ങനെ എറിയുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ്? ഓരോ കല്ലും പോയി അതേ സ്വന്തം ശരീരത്തിൽ നിന്ന് മാങ്ങ ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. അതെ, നീ എന്നെ എറിഞ്ഞടാ, നീ കൊണ്ടുപോയി തിന്നടാ, ഇനി മറ്റൊരു ഭാഷ നക്കിക്കടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക എന്നതായിരിക്കും ഈ മാവിന്റെ സ്വഭാവം. അതാണ്
മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അവരെപ്പോഴും ഇൽമു പറഞ്ഞുകൊണ്ടേ. ഇന്നിപ്പോൾ മഹാന്മാരായ സഹാബത്തിനെ കുറ്റം പറയുന്ന ത്വരീഖത്തിന്റെ പേരിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതാണ് സർക്കാർ ബാപ്പ. അത് കേന്ദ്ര സർക്കാരും അല്ല, കേരള സർക്കാരും അല്ല. സർക്കാർ ബാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ വാദം മഹാനായ സയ്യിദ്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു മുനാഫിഖാണ് എന്നാണ്. ബിരുദം വാങ്ങിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ അതിൽ പെട്ടുപോയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണ് എന്ന് പറഞ്ഞ ക്ലിപ്പുകൾ ഞാൻ ഒരിക്കൽ സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ മുശാവറയിൽ ഈ പറഞ്ഞ കക്ഷികൾക്കെതിരെ ആലിമീങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അത് വെച്ച് കേൾപ്പിച്ചു കൊടുത്തിരുന്നു. നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ വളരെ ആഴത്തിൽ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് അസ്സവായിഖുൽ മുഹരിഖയും അതുപോലെ വേറെയും പല ഗ്രന്ഥങ്ങളും ഉണ്ട്. അതേപോലെ ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിന് സഹാബത്തിനെ ആക്ഷേപിക്കുന്നതിനെതിരായി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊക്കെ പരിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകളാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളും ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളും അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമിയങ്ങളൊക്കെ സഹാബത്തിനെ അംഗീകരിക്കാത്ത ഒരു ഇമാമും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. സഹീഹുൽ ബുഖാരിയാണ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ ബൃഹത്തായ സഹീഹായ ഗ്രന്ഥം. ആ സഹീഹുൽ ബുഖാരി നമുക്കറിയാം വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ചത്. ഓരോ ഹദീസുകളും രേഖപ്പെടുത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അനുമതി ലഭിച്ചുകൊണ്ട് അവിടുത്തെ ബറക്കത്തോടു കൂടിയാണ് അതിൽ രേഖപ്പെടുത്തിയത്. ആ സഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലത്തും യുദ്കറു, ഖീല, യുഖാലു ഇങ്ങനെ തുടങ്ങിയ തംരീദിന്റെ ലഫ്ദുകൾ പറഞ്ഞത് കാണും. തംരീദിന്റെ ലഫ്ദ് പറഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. സഹീഹാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്ത, അഥവാ മഹാനവറുകളുടെ നിബന്ധനക്കനുസരിച്ച് സഹീഹാണോ എന്ന് ഉറപ്പില്ലാത്ത, സഹീഹ് തന്നെ ആയിരിക്കും. പക്ഷേ മഹാനവറുകൾക്ക് സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഒത്തു വന്നതല്ലെങ്കിൽ മഹാനവറുകൾ അതിന് തംരീദിന്റെ ലഫ്ദ് ഉപയോഗിക്കും. അതുകൊണ്ട് ഇത് ദഈഫായി കൊള്ളണം എന്നില്ല. അവിടുത്തെ നിബന്ധന അനുസരിച്ച് അത് സഹീഹായി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയിൽ മിമ്പറിന്റെ മേലെ നിന്ന് ഖുത്ബ ഓതുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായമുണ്ട്. മിമ്പർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിമ്പർ നിർമ്മിച്ചു കൊടുത്തു. ആ മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതി. അപ്പോഴാണ് നേരത്തെ ചാരി നിന്ന് ഖുത്ബ ഓതിയിരുന്ന ഈത്തപ്പനയുടെ കഷ്ണം വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടുകിട്ടുന്ന ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയ വേദന കൊണ്ടായിരുന്നു. അത് ഒരു ജീവിയല്ല, ഒരു മരക്കഷ്ണമാണ്. പക്ഷെ ആ മരക്കഷ്ണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നല്ല ബോധം ഉണ്ട്. അതൊരു കേവല സാധാരണ മനുഷ്യനല്ലെന്ന് ആ മരക്കഷ്ണത്തിനറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവല സാധാരണ മനുഷ്യനാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഒക്കെ യാതൊരു മടിയുമില്ലാതെ എഴുതി വെച്ചത് നമുക്കറിയാം. ഒരു മരക്കുറ്റിയുടെ വിവരമില്ലാത്തവരായി പോയി അവർ എന്നതല്ലേ അതറിയിക്കുന്നത്. ആ പൊട്ടിക്കരഞ്ഞ് ചെറിയ കുട്ടികൾ കരയുന്ന പോലെ ഹദീസിലുള്ളത് അതേ ഒട്ടകം കരയുന്നത് പോലെ കരഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് അതിനെ നെഞ്ഞോട് കൂട്ടിപ്പിടിച്ച് അതിനെ സമാധാനിപ്പിച്ചു എന്നും ഹദീസിൽ കാണാം. ആ മിമ്പറിന്റെ മേലെ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതിയ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. മിമ്പറിന് വലിയ പ്രത്യേകതയുണ്ട്. മിമ്പർ എന്തിനുള്ളതാണ്? മിമ്പർ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഖുത്ബ നിർവഹിക്കാനുള്ളതാണ്. എന്നാൽ അതേ മിമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. മിമ്പറിന്റെ മുകളിൽ നിന്ന് നിസ്കരിച്ചു. അതെന്തിനാണ് നിസ്കരിച്ചത്? നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ സഹാബികൾ ശരിക്കും കണ്ടു മനസ്സിലാക്കാനാണ്. സ്റ്റേജ് വന്ന് ചെയ്യുന്നത് കാണുമ്പോലെ ചോടേ നീത കാണൂലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് നിസ്കരിച്ചു. മിമ്പർ വന്ന് നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുജൂദ് ചെയ്യാൻ കഴിയൂലല്ലോ. കാരണം ഖിബലക്ക് തിരിഞ്ഞല്ലേ നിസ്കരിക്കുക. മിമ്പർ ഉണ്ടാകുക നേരെ തലത്തീസ് ഇങ്ങോട്ടേക്കല്ലോ. അതുകൊണ്ട് റജഅൽ ഖഹ്ഖറ, നബി തങ്ങൾ മിമ്പറിൽ നിന്ന് ബേക്കോട്ടേക്ക് നീങ്ങി താഴെ വന്നിട്ട് സുജൂദ് നിർവഹിച്ചു എന്നും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഇതറിയിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ അറിവ് അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ അതെല്ലാം അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും ആരാധനകളും പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഹദീസ് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിൽ മിമ്പറിന്റെ മേലെ ഖുതുബ ഓതുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ നമുക്കൊരു ഹദീസ് കാണാം. മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഇരുന്നു. ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് വിളിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഇരിക്കുമ്പോ എത്രയോ നൂറുകണക്കിന് സഹാബികളുണ്ട്. ആ കാലഘട്ടത്തിൽ എത്രയോ സഹാബികളുണ്ട്. ബഹുമാനപ്പെട്ടവര് മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഇരുന്നപ്പോ മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു അതിന് ഇജാബത്തായിട്ട് 4 പ്രാവശ്യം തക്ബീർ ചൊല്ലി. അങ്ങനെ തുടങ്ങിയിട്ട് ആ ഹദീസ് നമുക്ക് കാണാം. ഇവിടെ ഞാനിതെന്തിനാണ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ വളരെ സൂക്ഷ്മതയോടുകൂടി ഹദീസ് രേഖപ്പെടുത്തുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹാബത്തിൽപ്പെട്ട പ്രമുഖനായ സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സാധാരണ സഹാബിയല്ല. നബി സല്ലല്ലാഹു നിങ്ങളുടെ അളിയനും കൂടിയാണ്. നബി തങ്ങളുടെ ഭാര്യയുടെ ആങ്ങളയും കൂടിയാണ്. അവിടുത്തെ അസ്ഹാറിനെ കുറ്റം പറയുന്നവർക്കെതിരെ അവിടുന്ന് പ്രത്യേകം സംസാരിച്ചിട്ടുണ്ട്. ആ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും തമ്മിൽ നടന്ന യുദ്ധം അതൊരിക്കലും രാഷ്ട്രീയ വടംവലിയായിരുന്നില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അത് അവർക്ക് ഇജ്തിഹാദിലുണ്ടായിരുന്ന വ്യത്യസ്ത വീക്ഷണമായിരുന്നു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇത് ജിത്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ. ഒരു മുജ്തഹിദായ വ്യക്തി ഒരു വിഷയത്തിന്റെ നിയമം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ച് നിയമം കണ്ടെത്തി അത് ഏറ്റവും നല്ല അഭിപ്രായമായി കിട്ടിയാൽ 2 പ്രതിഫലമുണ്ട്. അതേ സമയത്ത് വൈദാ അഖ്തഅ ഫലഹു അജ്റുൻ വാഹിദുൻ, ഏറ്റവും നല്ലത് എത്തിക്കാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന് 1 പ്രതിഫലമുണ്ട്. ഏറ്റവും നല്ലത് എന്നത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മവാഹിബുൽ ജലീൽ പറഞ്ഞ വിശദീകരണമാണ്. കാരണം എല്ലാ അയിമ്മത്തും പറഞ്ഞത് നല്ല തന്നെയാണ്. കൂടുതൽ നല്ലത് ഏത് എന്നാണ് അയിമ്മത്തിനിടയിലുള്ള വീക്ഷണ വ്യത്യാസത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. അതിരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊന്ന ജനങ്ങൾ, ആ കൊന്ന ആളുകൾക്കെതിരിൽ ഉടനെ അവർക്കെതിരിൽ തീരുമാനമെടുക്കണം എന്നതായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം. ആ ആവശ്യം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് എന്താണ്? ഇപ്പോൾ പെട്ടെന്ന് അവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ഇവിടെ വലിയ കുഴപ്പവും ബഹളവും സംഭവിക്കും. അതുകൊണ്ട് ഭരണമൊക്കെ ഒന്ന് റെഡിയായി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഓരോരുത്തരെയായി നമുക്ക് വിചാരണ ചെയ്ത് വേണ്ട നടപടി സ്വീകരിക്കാം എന്നതായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. അലി റളിയല്ലാഹുവിന്റെ ആ വീക്ഷണം വളരെ ബുദ്ധിപരമായ വളരെ നല്ല വീക്ഷണമായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം അങ്ങനെ അവരങ്ങനെ വിട്ടാൻ പറ്റുമോ? അവരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണ്ടേ എന്നുള്ള വീക്ഷണമാണ്. അതും ഒരു വീക്ഷണം തന്നെയാണ്. ഈ 2 സഹാബികൾക്കിടയിലുണ്ടായ ആ വീക്ഷണ വ്യത്യാസം അത് ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദിന്റെ വ്യത്യാസത്തിന്റെ പേരിലാണ് അവസാനം
അത് യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത്. രണ്ടുപേരും സ്വർഗത്തിലാണ്, അവരെ കൂടെയുള്ളവരും സ്വർഗത്തിലാണ്. അത് ഞാൻ പറഞ്ഞതല്ല, അലി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ഖത്ലായ വഖത്ലാ മുആവിയ ഫിൽ ജന്ന. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം നിന്നിട്ട് മരിച്ചവർ, എന്റെ പക്ഷം നിന്നിട്ട് മരണപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ, രണ്ടു കൂട്ടരും സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അത് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ അറിവില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ബിരുദമെടുത്ത ചെറുപ്പക്കാരായ പണ്ഡിതന്മാര് തന്നെ അവർ ഒന്നും കൂടുതലായി പഠിക്കാതെ ഖുർആനും ഹദീസും എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ മഹാന്മാരായ സഹാബത്തിന്റെ മുനാഫിഖുകളായി ചിത്രീകരിക്കുന്ന വിധത്തിൽ അധപ്പതനം സംഭവിച്ചു പോയി നമ്മുടെ കേരളത്തിൽ. എന്തൊരു സങ്കടമാണ്. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാകണം. നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ പഠിപ്പിച്ചതിനെതിരെ ആരെന്തുവെന്ന് പറഞ്ഞാലും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. നമ്മളെ ഇമാമിങ്ങൾ എല്ലാ വിഷയത്തിലും ഗ്രന്ഥങ്ങൾ രചിച്ചു വെച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രഗത്ഭന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. ആ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾക്ക് ഈ വിഷയത്തിൽ എല്ലാം ഗ്രന്ഥങ്ങൾ രചിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും അറിവും കിട്ടിയത് എങ്ങനെയാണ്? അവിടുന്ന് ഒരു മിനിറ്റ് സമയം നഷ്ടപ്പെടുത്താതെ എപ്പോഴും കിതാബുകൾ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ തന്നെ അവിടുന്ന് ശ്രദ്ധ ചെലുത്തി. ആ മഹാനവറുകൾ അവിടത്തേക്ക് ചെറിയ വയസ്സുള്ള സമയം അവിടുന്ന് ഫത്വ കൊടുക്കാൻ എല്ലാ ഇമാമിയങ്ങളും, അന്ന് അത്തക്കാലത്തുള്ള മുഴുവൻ ഗുരുനാഥന്മാർ ബഹുമാനപ്പെട്ടവരോട് ഫത്വ നൽകാൻ ആവശ്യപ്പെട്ടു. കാരണം അതിന് യോഗ്യനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ന് ഉസ്താദുമാരെല്ലാവരും ഒരുപോലെ തീരുമാനിച്ചു. അങ്ങനെ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഫത്വ നൽകിയ മഹാനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ. അവിടുത്തെ ഫതാവൽ കുബ്രയുടെ മുഖദ്ദിമ നോക്കിയാൽ ഫതാവൽ കുബ്രയിലുള്ള ഫത്വകളൊക്കെ സമാഹരിച്ച അവിടുത്തെ ശിഷ്യൻ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി അതിന്റെ തുടക്കത്തിൽ പറഞ്ഞതായി കാണാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫായിസുദ്ദുറിലും കാണാം. ആ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് അസൂയ വെച്ചവരും ശല്യം ചെയ്തവരും ഉണ്ടായിരുന്നു. ഇബ്നു അബിൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുരുനാഥന്മാരിൽ വളരെ വലിയ പ്രമുഖനായ ഒരു ശൈഖാണ്, വലിയ ആത്മീയ ചൈതന്യമുള്ള ശൈഖാണ് ഇബ്നു അബിൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വളർത്തിയെടുത്തതാണ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ. ശേഷം ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ധാരാളം വലിയ വലിയ ഇമാമിങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇമാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു കാണുമ്പോഴൊക്കെ ദുആ കൊടുക്കും, അല്ലാഹു തആല നിങ്ങളെ ഒരു ഫഖീഹാക്കട്ടെ എന്ന് ദുആ ചെയ്തു കൊടുക്കും. കാരണം അത്രയും വലിയ താല്പര്യമായിരുന്നു ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇൽമു പഠിക്കുന്നവർ നമ്മൾ തികഞ്ഞു എന്ന് മനസ്സിലാക്കാതെ എപ്പോഴും കിതാബുകൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. അവരുടെ ജീവിതത്തിൽ അവർ വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തന്നെ ഖൈറാത്തുൽ ഹിസാൻ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയാൻ ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില കിതാബുകളിൽ വളരെയേറെ ബൃഹത്തായ ഒരുപാട് അറിവുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. എല്ലാ സമയത്തും മുതഅല്ലിമീങ്ങൾ, ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഇൽമുമായി ജോലിയായിക്കൊണ്ടേയിരിക്കണം. ഇത് തന്നെയായിരുന്നു ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവമെന്ന് ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരും എഴുതി വെച്ചതായി കാണാം. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ഈ ഉമ്മത്തിന്, പ്രത്യേകിച്ചും ശാഫിഈ മദ്ഹബിൽ അനുകരിക്കുന്ന പണ്ഡിതന്മാർ, വലിയ മാതൃകയുള്ള രണ്ട് പണ്ഡിതന്മാരെ നൽകിയതാണ്. ഒന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളും മറ്റൊന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ എന്ന പേര് ലഭിക്കാൻ കാരണം ഉപ്പാപ്പ ആവശ്യമുള്ളതിന് മാത്രമേ സംസാരിക്കുള്ളൂ.
സംസാരം വളരെ കുറച്ചാണ്. അതുകൊണ്ട് ആ സുംത്തിന്റെ കാരണം കൊണ്ടാണ് ഹജർ എന്ന പേര് ലഭിക്കാൻ നിമിത്തമായത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം.